ഓം നമോ നാരായണായ. അപ്പോൾ താര കാട്ടിൽ നായാട്ടിന് പോയി വന്ന മകൻ അംഗദൻ പറഞ്ഞ സംഭവം പറയുന്നു. ദശരഥ നന്ദനന്മാരായ ശ്രീരാമനും ശ്രീലക്ഷ്മണനും സീതാദേവിയും വനത്തിൽ വന്നു തപസ്സു ചെയ്യുന്ന വേളയിൽ രാവണൻ സീതാദേവിയെ കട്ടുകൊണ്ടുപോയി. സീതാദേവിയെ അന്വേഷിച്ചു സഹോദരന്മാർ നടക്കുമ്പോൾ ഋഷമുഖജലത്തിൽ വെച്ചു സുഗ്രീവനെ കണ്ടു. അവർ മിത്രങ്ങളായി തീർന്നു. അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്തു. വാലിയെ വധിച്ചു സുഗ്രീവനെ രാജ്യം വാഴിക്കാമെന്നു വാഗ്ദാനം ചെയ്തു. സീതാദേവിയെ അന്വേഷിച്ചറിഞ്ഞു കാട്ടിത്തരാമെന്നും ശ്രീരാമ സുഗ്രീവന്മാർ പരസ്പരം സഖ്യം ചെയ്തു. ഇത്രയും പറഞ്ഞ് താര അംഗദനെയും രാജ്യത്തെയും കുലത്തെയും രക്ഷിക്കാൻ പ്രാർത്ഥനയോടെ ശ്രീരാമനെ ശരണം പ്രാപിക്കാൻ പറഞ്ഞു. താരയും ചൊന്നാളതു കേട്ടവനോട്, വീരശിഖാമണി കേട്ടാലുമെങ്കിൽ നീ കാനനത്തിങ്കൽ നായാട്ടിനു പോയിതു താനേ മമ സുതനംഗദനന്നേരം കേട്ടൊരു ദന്തം എന്നോടു ചൊന്നാനതു കേട്ടിട്ടു ശേഷം യഥോചിതം പോകനീ. ശ്രീമാൻ ദശരഥനാമയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നുടെ നന്ദനൻ. ലക്ഷ്മണനാകും അനുജനോടും നിജ ലക്ഷ്മി സമയായ സീതയോടും അവൻ വന്നിരുന്നിടിനാൻ ദണ്ഡകാകാനനെ വന്യാസനായി തപസ്സു ചെയ്തിടുവാൻ. ദുഷ്ടനായുള്ളൊരു രാവണരാക്ഷസൻ കട്ടുകൊണ്ടാണവൻ തന്നുടെ പത്നിയെ. ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തൽക്ഷണം ഋഷമുഖജലേ വന്നിതു. മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൻ. മിത്രമായി വാഴുകയെന്നന്യോന്യമൊന്നിച്ചു സഖ്യവും ചെയ്തു കൊണ്ടാരഗ്നിസാക്ഷിയായി ദുഃഖശാന്തിക്കങ്ങിരുവരുമായുടൻ. വൃത്രാരിപുത്രനെ കൊന്നു കിഷ്കിന്ധയിൽ മിത്രാത്മജാ നിന്നെ വാഴിപ്പനെന്നൊരു സത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ സത്വരമർക്കതനയനും. അന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു വന്നതിപ്പോളതു കൊണ്ടു തന്നെ അവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചു കൊൾകയിളമയായി. യാഹി രാമം നീ ശരണമായി വേഗന പാഹി മാം അംഗദം രാജ്യം കുലഞ്ചതേ.